അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു ഉള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം. ഹൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് മീഡിയക്കാരെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും നാളും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അൻസിബയുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കണ്ട, അൻസിബ കംപ്ലൈന്റ് ആയിട്ട് പോയപ്പോ അമ്മയിലുള്ള പ്രശ്നങ്ങൾ അമ്മയ്ക്ക് അകത്ത് തന്നെ പരിഹരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ തലപ്പത്തിരിക്കുന്ന ശ്വേതാ മേനോൻ വന്നിട്ടുണ്ട്. ആ പരിഹരിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? ടിനി ടോം ഉണ്ട്. ടിനി ടോമിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാനിരിക്കുന്ന ടീമില് ടിനി ടോം എങ്ങനെ ഇരിക്കുന്നു? ഇതിലും വലിയ കോമഡി വേറെ എന്തേലും ഉണ്ടോ? ടിനി ടോം എന്ന് പറയുന്നത് ഒരു പൊതു ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ അതൊക്കെ വിളിച്ചു പറയുക, എനിക്ക് മുകളിൽ ആരും ഇല്ല എന്നുള്ള ഒരു ഭാവം. ഇപ്പം ടിനി ടോമിനെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരെ വിളിച്ച് ചീത്ത വിളിക്കുക, ചാനൽ അടിച്ചു കളയാൻ നോക്കുക, അങ്ങനെയൊക്കെ എന്തും കാണിക്കാം. ബാക്കിയുള്ള ആൾക്കാർ അതിന്റെ പേര് റിയാക്ട് ചെയ്യാൻ പാടില്ല. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അധിക്ഷേപം ഉണ്ടായെന്ന പരാതി നടി അൻസിബ മൊഴി നൽകും. തൃക്കകര ACP ഓഫീസിൽ അൻസിബ എത്തിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ അൻസിബയെ പോലീസ് അധിക്ഷേപിച്ചുവെന്നാണ് പരാതി. വിളിച്ചു വരുത്തി ഏറെ നേരം അവരെ ഹരാസ് ചെയ്തിരുന്നു അൻസിബ പറഞ്ഞിരുന്നു. അൻസിബ സംസാരിക്കുന്നു. ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനി ഒരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു ഉള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോ പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ എങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. പറയാനൊന്നുമില്ല, മറ്റു കുറ്റങ്ങളൊന്നുമില്ല എന്ന് കാണുമ്പം ജാതിയിലും മതത്തിലും കയറി പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു വൃത്തികെട്ടവൻ. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ ഫാദർ ഒക്കെ വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ടിനി ടോമിന് പറയാനുള്ളത്? കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, അത് 8 നിലയിൽ പൊട്ടി. കാരണം ടിനി ടോം വന്ന് പറഞ്ഞ് എന്റെ ഡ്രൈവറെ പോലും മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതേ ഡ്രൈവറും അതേ ഡ്രൈവറുടെ ഫാദറും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പൊളിഞ്ഞല്ലോ, അവിടെ തന്നെ പൊളിഞ്ഞു. കേരളത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. മലയാളികൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? ഉളപ്പുണ്ടോ ശ്വേതാ മേനോനെ? ആ കുട്ടി വന്ന് കംപ്ലൈന്റ് തന്ന് അത് നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക എന്ന് പറഞ്ഞ നിങ്ങള് മീഡിയക്കാരുടെ പ്രഷർ കാരണം അല്ലെങ്കിൽ മീഡിയാസിലെ മൊത്തം ഇതൊരു വാർത്തയായി വന്ന് അമ്മ എന്ന് പറയുന്ന പേരിന് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാവാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോ ഞങ്ങള് പരാതി കേൾക്കാം എന്ന് പറയാൻ ഉളുപ്പുണ്ടോ? കുറച്ചെങ്കിലും നിങ്ങൾക്ക് പരാതി കേൾക്കണമെങ്കിൽ അത് മുൻപേ ആവായിരുന്നല്ലോ. അൻസിബ ആ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങി മീഡിയാസിനെ കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങള് പരാതി കേൾക്കാം. നിങ്ങൾ അങ്ങനെ കേൾക്കണ്ട. നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാൻ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി
വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക? അതാണ് ഈ വിഷയത്തില് പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇരുന്ന് സംസാരിക്കുന്നത് എങ്കിൽ ഓക്കെ. ഇത് ഈ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാർ വന്നിരുന്ന് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എവിടത്തെ നടപടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംഘടന തന്നെ പൂട്ടി അങ്ങ് പോട്ടെ. നിങ്ങൾ പറയുന്നുണ്ട് പഴയ കുറെ നടന്മാർക്കും നടിമാർക്കും മരുന്നിനോ മറ്റോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഘടന എന്നുള്ളത്. എന്നിട്ട് ഈ സംഘടന ഇപ്പൊ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? തിരിച്ചു വിട്ടൂടെ? ഒരു കാര്യമില്ല. സമൂഹത്തിന് പോലും ഒരു ഉപകാരം ഇല്ലാത്ത ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളിപ്പം പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഘടനയും പേരും. കാരണം TV തുറക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ തമ്മിത്തല്ലാണ് ഡെയിലി പുറത്തു വരുന്നേ. ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാ പാർവതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടന്റെ പേരും ധ്യാൻ ചേട്ടന്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്ന്. സാമൂഹിക പൊതുശല്യം എന്നും കൂടെ വേണമെങ്കിൽ ടിനി ടോമിനെ പറയാം. കാരണം ശല്യമാണ് അങ്ങേര്. അമ്മാതിരി കയ്യിലിരിപ്പാണ് അങ്ങേരുടെ കയ്യിലിരിക്കുന്നത്. ഇങ്ങേരെ കണ്ടല്ലേ മോൻ വളരുന്നത്. അവൻ അതിന്റെ അപ്പുറത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ട് കിടക്കുന്നു. വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ശ്വേതാമേനോൻ ടിനിക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്ന ശ്വേതാമേനോൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടുപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞ അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവര് ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഉറപ്പായിട്ടും കിടക്കേണ്ടി വരും. അമ്മാതിരി വർത്തമാനമാണ് ടിനി ടോം എന്ന് പറയുന്ന നാറി പറഞ്ഞു വച്ചേക്കുന്നേ. ഒരു പെങ്കൊച്ചിനെ കുറിച്ചിട്ട് അവള് ജിഹാദിയാണ്, ബാക്കിയുള്ള ആൾക്കാരെ മതം മാറ്റാൻ നോക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഉത്തരം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ളൊരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ കപട മുഖം താഴെ വീഴുക തന്നെ വേണം. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുന്നത് അതെ അതെ. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരു വ്യാജ പരാതി ലക്ഷ്മിപ്രിയ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചും സംസാരിക്കണം. കാരണം ലക്ഷ്മിപ്രിയ ഈ പ്രശ്നം നടക്കുന്നത് എങ്ങാണ്ട് ഡിസംബറിലാണ്. നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാനാണെങ്കിൽ ആ ഡിസംബറിൽ ചെന്ന് കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് കൊടുക്കാതെ ജനുവരിയിൽ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തു? ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രശ്നങ്ങൾ വന്നപ്പം അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിട്ട് ഒരു കള്ള പരാതി അങ്ങ് കൊടുത്തു, അതും പൊളിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘടന ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. പൂട്ട് വെറുതെ 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സാരയും ഭർത്താവിനെ കൊണ്ട് ഏവി ജയിച്ചിരുന്നു. 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ. ചോദ്യം ചെയ്തിട്ട് ചോദ്യം ചെയ്തതാണോ? ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12-ന് പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിന്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ മുന്നേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട്.
എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല. ഈ സ്പോൺസർഷിപ്പ് മേടിക്കാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണോ അമ്മയിലിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പലർക്കും കോടികളുടെ ആസ്തി ഉണ്ടല്ലോ, അത് വെച്ചങ്ങ് നടത്തിക്കൂടെ? അമ്പലത്തിൽ കൊണ്ടിടുന്ന പാവപ്പെട്ട ഭക്തജനങ്ങളുടെ പൈസ എടുത്തിട്ട് ആ പൈസ വെച്ചിട്ട് സ്പോൺസർഷിപ്പ് മേടിക്കാൻ ഉളുപ്പുണ്ടോ? കോടീശ്വരന്മാരുണ്ടല്ലോ അമ്മയുടെ സംഘടനയില്, അവർക്ക് എന്താ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? പിച്ചക്കാരൊന്നല്ലല്ലോ ഈ സംഘടനയിൽ ഇരിക്കുന്നത്, അത്യാവശ്യമോ ആവശ്യത്തിൽ കൂടുതലും ആസ്തിയുള്ള ആൾക്കാരാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അൻസിബ ചോദിച്ച ചോദ്യങ്ങളും അൻസിബ കാണിച്ച എതിരഭിപ്രായവുമാണ്. നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ അമ്പലമായിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് നമ്മുടെ ഭരതനാട്യം പോലെ വല്ല ഉഡായിപ്പ് സംഭവം ഉണ്ടോ? പിന്നെ നിങ്ങളുടെ തന്നെയാണോ ഈ അമ്പലം? അല്ല, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ശരി എന്നാ.